ഹായ്, 79th ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ? 78 വർഷം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ നിൽക്കുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ വരുന്നതെന്നറിയോ? 10-12 വയസ്സുള്ള ആഗ അല്ലെങ്കിൽ മോളൂട്ടി എന്ന് വിളിക്കപ്പെടുന്ന ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്നിട്ട് മുകളിലേക്ക് നോക്കും. ഒരു എയർപ്ലെയിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഓടും ഞങ്ങളെല്ലാവരും. ദാ എയർപ്ലെയിൻ പോകുന്നു, ദാ പ്ലെയിൻ പോകുന്നു, എയ്റോപ്ലെയിൻ എന്നാണേ പറയാം, എയ്റോപ്ലെയിൻ പോകുന്നു എന്ന് പറയും. പക്ഷേ ഇന്ന് ഈ 2025 78 വർഷം പിന്നിട്ട ഇന്ത്യ സ്വാതന്ത്ര്യത്തോടൊപ്പം ഇക്കണോമിക് ഡെവലപ്മെന്റ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ടെന്നറിയോ? ഒരൊറ്റ വിഷയം മതി. ഇന്ന് എൻ്റെ മുറ്റത്ത് നിന്ന് ഞാൻ നോക്കുമ്പോൾ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അര മണിക്കൂറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എയർപ്ലെയിൻസ് ആണ്. മേ ബി കുറച്ച് ഡിസ്റ്റൻസിലും അതിലൊക്കെ ആയിരിക്കും കേട്ടോ, ഹൈറ്റ് ഡിഫറൻസും ഒക്കെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ എപ്പോഴും എയർ ട്രാഫിക് എൻ്റെ വീടിൻ്റെ മുകളിലൂടെ, കാലടിയിലുള്ള ഞങ്ങളുടെ വീടിൻ്റെ മുകളിലൂടെ. അന്ന് കൊച്ചിനിലായിരുന്നല്ലോ എയർപോർട്ട്. അപ്പോൾ ആ എയർപോർട്ടിലേക്ക് 1-2 ഫ്ലൈറ്റ്സേ വരാറുള്ളൂ. ഇപ്പോൾ നെടുമ്പാശ്ശേരി കാലടിക്കടുത്ത് എയർപോർട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം എക്കണോമിക്കലി ഡെവലപ്ഡ് ആയിട്ടുണ്ട്. പിന്നെ എയർ ട്രാവലിൻ്റെ എണ്ണം, എയ്റോപ്ലെയിനിൽ കയറാൻ 26 വയസ്സ് ആയി എനിക്ക്, ഫസ്റ്റ് എയർപ്ലെയിൻ ട്രാവൽ. ഞാൻ ഇന്ന് എത്രത്തോളം എയർപ്ലെയിൻസിൽ കയറിയിട്ടുണ്ടാവും എന്ന് പോലും എനിക്ക് കൗണ്ടില്ല ഇപ്പോൾ. അതേപോലെ എൻ്റെ മകള്, ഹസ്ബൻഡ്, ബ്രദറിൻ്റെ ഫാമിലി എല്ലാവരും. ബിക്കോസ് ദിസ് ഷോസ് ദ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് വൺ ഫാമിലി എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും അതെനിക്ക് അറിയാവുന്ന കാര്യമല്ലേ പറയുന്നത്. ബാക്കി ചുറ്റും നോക്കൂ, എത്ര ആളുകളാണ് എയ്റോപ്ലെയിൻ യൂസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ദാറ്റ് ഷോസ് ദ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ സൊസൈറ്റി ഓൾസോ. ശരിയല്ലേ? അപ്പോൾ ഇൻഡിപെൻഡൻസ് കിട്ടിയ ഇന്ത്യ 79ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റും വളരെ ഹൈ ആയിട്ടുണ്ട്. കുറേ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ചില ഇലക്ട്രിസിറ്റിയൊക്കെ ഉണ്ടല്ലോ, ഭൂട്ടാനിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രേ പണ്ട്. ഇപ്പോൾ നേപ്പാളിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുകയാണെന്ന് നമ്മളുടെ ഇലക്ട്രിസിറ്റി. സോ അത് എങ്ങനെയാണത് സാധിച്ചത്? ബിക്കോസ് ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് ഓൺലി. നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് കിട്ടിയ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഒരു ഗുണം. എന്താണെന്നറിയോ? ഇംഗ്ലീഷ്. ആ ഭാഷ നമ്മൾ പഠിച്ചു. അതിന് അവർക്കൊരു സല്യൂട്ടും ഉണ്ട്. അവിടെ നിന്ന് നമ്മളുടെ ലൂട്ട് ചെയ്ത് കൊണ്ടുപോയ പണമൊക്കെ ഇല്ലേ, അതിന് നമുക്കൊരു താക്കീതുമുണ്ട് അവർക്ക് എഗൻസ്റ്റ് ആയിട്ട്, ഇല്ലേ? ഇപ്പം എല്ലാവരും തുറന്ന് ചോദിച്ചു തുടങ്ങി, ഞങ്ങളുടെ അടുത്തുനിന്ന് കൊണ്ടുപോയ പണം എവിടെ, നിങ്ങൾ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നില്ലേ ഇന്നത്തെ ജനറേഷനുള്ള ബ്രിട്ടീഷുകാർ? പാവം, അവരെന്ത് ചെയ്യാനല്ലേ അപ്പനപ്പൂപ്പന്മാർ ചെയ്ത മിസ്റ്റേക്കിന്, അല്ലേ? അപ്പോൾ 79th ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരു ആശംസ. നമ്മൾ ഇന്ത്യൻസിന് എല്ലാവർക്കും 79th ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്നത് ഒരു മികച്ച വർഷത്തിലേക്കുള്ള ചുവടുവയ്പ്പായിക്കോട്ടെ. ഓക്കെ.